അതിരാവിലെ തിരുസന്നിധി ആടയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ ഉറക്കത്തിനു സുഖവും തന്നൻ നാരികെ നിന്ന കൃപയാ ഉറങ്ങാതെന്നെ ബലമായി കാത്ത തിരുമേനിക്ക് മഹത്വം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നമുക്ക് തരുന്ന വചനം ഏറ്റവും നല്ല വചനമാണ്. സങ്കീർത്തനങ്ങൾ 63 അതിൻ്റെ 1, 2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ദൈവം. അപ്പൊ ദൈവത്തോട് പറയാണ്, നീ എൻ്റെ ദൈവമാണ്. ഈ കർത്താവുമായിട്ട് സംസാരിക്കും. നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ അപ്പയാണ്, നീ എൻ്റെ സ്വന്തമാണ്. നിങ്ങൾക്ക് ദൈവം ആരാണെന്നൊക്കെ നിങ്ങളങ്ങ് പറയണം. നീ എൻ്റെ ദൈവം. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, അതികാലത്തിൽ ഞാൻ നിന്നെ അന്വേഷിക്കും. എൻ്റെ പ്രഭാതത്തിൽ ഞാൻ ആദ്യം തിരയുന്നത് ദൈവമേ നിന്നെയാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നവരല്ല. പക്ഷെ ഈ വചനത്തിൽ കേൾക്കുമ്പോൾ അങ്ങനത്തെ ഒരു ജീവിതശൈലി നമുക്ക് വാർത്തെടുക്കാം. അതികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. കാരണം എനിക്ക് ഇന്നത്തെ ദിവസത്തെ എതിരേൽക്കണമെങ്കിൽ, ഇന്നത്തെ ദിവസത്തെ അതിൻ്റെ മഹത്വത്തോടെ അതിനെ പൂർത്തീകരിക്കണമെങ്കിൽ നീയാണ് എനിക്ക് വേണ്ടത്. ആമേൻ. എന്നിട്ട് എൻ്റെ അടുത്തൊരു വാക്കുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് താൻ എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നത്, വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായിട്ട് ദാഹിക്കും. സത്യമായിട്ട് നമ്മളെ വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയാൽ നമ്മളെന്തിനായിരിക്കും ടെൻഷൻ അടിക്കുന്നത്, ദാഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? ഒറ്റ പ്രാർത്ഥനയായിരിക്കും, കർത്താവേ വെള്ളം തരണേ, വെള്ളം തരണേ. പക്ഷെ ഇവിടെ പറയാ, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി വെള്ളം പോലുമല്ല, നീയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. നിനക്കായിട്ടാണ് ഞാൻ ദാഹിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ടതിലൊന്നാണ് വെള്ളം, വായു, ആഹാരം ഒക്കെ. പക്ഷെ പറയാണ്, എനിക്ക് വെള്ളത്തെക്കാളും ഓക്സിജനെക്കാട്ടിലും ആഹാരത്തെക്കാട്ടിലും എനിക്ക് ആവശ്യം ദൈവമേ നീയാണ്. കാരണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാറില്ല. അതുപോലൊരു ദൈവബന്ധം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുക. ദൈവം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത, ദൈവം ഇല്ലാതെ നടക്കാൻ പറ്റാത്ത ഒരു ജീവിതം. എൻ്റെ ഉള്ളം നിനക്കായിട്ട് ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഒരു ദാഹവും ഒരാവശ്യവും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അടുത്തൊരു കാര്യം പറയാം, നിന്റെ ബലവും മഹത്വവും നീ കാണും. ദൈവമേ, നിന്റെ ബലം കാണണം, മഹത്വം കാണണം. അങ്ങനെ ഒരു കൊതിയുണ്ടോ? ഉറപ്പായിട്ട് കാണാൻ പറ്റും. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ നോക്കിയിരിക്കുന്നത് ഒരു നല്ല നന്മയുണ്ടാകാനല്ല, ഒരു നല്ല ഉയർച്ച ഉണ്ടാകാനല്ല, നിന്റെ ബലവും മഹത്വം എനിക്ക് കാണണം. Hallelujah. To see the power. എനിക്കത് കാണണം, എനിക്ക് നിന്റെ പവർ. Hallelujah. എത്രത്തോളം ബലമുണ്ടെന്ന് എനിക്ക് കാണണം, ആ ഗ്ലോറി കാണണം. എന്താ ബ്രദറെ നിങ്ങൾ കാത്തിരിക്കുന്നത്? സിസ്റ്ററെ എന്താ കാത്തിരിക്കുന്നത്?
എന്ന് പറ, കർത്താവേ എനിക്ക് നിന്റെ ബലം ഒന്ന് കാണണം, നിന്റെ മഹത്വം ഒന്ന് കാണണം. അങ്ങനെ കാണാൻ വേണ്ടി ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുകയാണ്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ ബലവും മഹത്വം ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കണം. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കർത്താവ് എനിക്ക് നിന്റെ ഗ്ലോറി, എനിക്ക് നിന്റെ പവർ ഒന്നറിയണം. ഞാൻ അതിനായിട്ട് കാത്തിരിക്കുക. കർത്താവ് പറയുന്നു, നിങ്ങളങ്ങനെ കാത്തിരുന്നു, നിങ്ങൾ അത്ഭുതപ്പെടുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം അതിശയമായി മാറും. സ്തോത്രം. ജീവിതമെല്ലാം നമുക്ക് തിരിക്കാം. കർത്താവിനെ അന്വേഷിക്കാം, കർത്താവിനെ കാത്തിരിക്കാം, ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് കൊടുക്കാം. അവൻ്റെ ബലവും മഹത്വം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കർത്താവിന് വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാണ്. ഇതൊരു സ്പെഷ്യൽ പ്രാർത്ഥന. യശ്വ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിരാവിലെ ഞങ്ങൾ അങ്ങേക്ക് ദാഹിക്കുന്നു കർത്താവെ, അങ്ങേക്ക് വാഞ്ചിക്കുകയും കാക്ഷിക്കുകയും ചെയ്യുന്ന പിതാവെ. കർത്താവ് ഞങ്ങളുടെ ദൈവമാകുന്നു കർത്താവെ, അങ്ങ് ഞങ്ങളുടെ സകലതുമാകുന്നു, സർവവുമാകുന്നു യേശുവെ. കർത്താവെ, അങ്ങേ അധികമായി സ്നേഹിപ്പാനുള്ള കൃപ നൽകണമേ. ആഴമേറിയ ദൈവബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും, ഓരോ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇന്ന് നിങ്ങളെ ജയത്തോടെ നടത്തട്ടെ. കർത്താവേ, ഈ മക്കളെ ഇന്ന് ഈ പറഞ്ഞ പോലെ ഈ ബലവും മഹത്വം കാണിക്കും അവരെ ഒരുക്കണമേ. ഒരു പ്രാർത്ഥന മാറട്ടെ. സമ്പത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ അവർ പ്രാർത്ഥിച്ചു. പക്ഷേ ഇനി ദൈവത്തിൻ്റെ ബലവും മഹത്വം കാണാൻ അവരുടെ പ്രാർത്ഥനയെ തിരിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിക്കും യേശു നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ദിവസത്തെ വളരെ സന്തോഷത്തോടെ നിങ്ങൾ മുൻപോട്ട് പോവുക. യെസ്, ദൈവത്തിൻ്റെ ബലവും മഹത്വം കാണാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ശാലോം.